ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബാക്കസ് ടൈം. ദിസ് ഇസ് ശിശ്ര. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ അബാക്കസ് ടൂളിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. അപ്പോൾ എൻ്റെ കയ്യിലൊരു ടൂളുണ്ട്, പിന്നെ ഒരു പെൻസിലും കൂടിയുണ്ട്. നമ്മുടെ അബാക്കസ് ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട രണ്ട് കാര്യമാണ് അബാക്കസ് ടൂളും പെൻസിലും. ഓക്കെ, നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാനൊരു ടൂൾ എടുത്തിട്ടുണ്ട്. ടൂളിൻ്റെ ഈ 4 ഭാഗങ്ങൾ കാണുന്നില്ലേ? 1 2 3 4. ഓക്കെ, 4 ബൗണ്ടറീസ്. ഈ 4 ബൗണ്ടറീസിന് പറയുന്ന പേര് ഫ്രെയിം എന്നാണ് പറയുക. ഫ്രെയിം നമ്മൾ സാധാരണ ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് വെക്കാറില്ലേ? അപ്പോൾ ഫോട്ടോൻ്റെ ഫ്രെയിം പോലെ തന്നെ അബാക്കസ് ടൂളിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് ഈ 4 വശത്തെയാണ് പറയാം. പിന്നെ എന്താ കാണുന്നത്? നടുക്കൂട്ട് ഒരു ലൈൻ കാണാം അല്ലേ? നടുക്കൂട്ട് ഒരു ലൈൻ കാണാം, ഒരു ബ്രിഡ്ജ് പോലെ തോന്നുന്നുണ്ടാവും. അപ്പോൾ അതിന് പറയുന്ന പേര് ബീം എന്നാണ് പറയുക. ബീം. ഈ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിൽ ചോട്ടാ ഭീമിൻ്റെ കാര്യം ഓർത്താൽ മതി. നമുക്കതിൻ്റെ ബീം മാത്രം എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ലൈന് പറയുന്ന പേര് ബീം. ഓക്കെ, പിന്നെന്താ, കുറേ ലൈൻസ് താഴോട്ട് കാണാം അല്ലേ? 17 ലൈൻസാണ് ഈ ടൂൾ ഉണ്ടാവുക. അപ്പോൾ ആ ലൈൻസിന് പറയുന്ന പേര് റോഡ്സ് എന്നാണ് പറയുക. RODS, റോഡ്സ്. ഓക്കെ, പിന്നെന്താ, കുറേ ബീഡ്സ് കാണാം അല്ലേ? കുറേ ബീഡ്സ്, മുത്തുകൾ കാണാം. അപ്പോൾ ഈ ബീഡ്സ് 2 പാർട്ടായിട്ടുള്ളത്, മുകളിലുണ്ട് താഴെയുണ്ട് അല്ലേ? അപ്പോൾ മുകളിലത്തെ ഈ ഒരു പാർട്ടിന് പറയുന്ന പേര്, ഈ ഒരു ബീഡ്സിന് പറയുന്ന ഒരു പേര് അപ്പർ ബീഡ്സ്. അപ്പർ ബീഡ്സ്. താഴത്തെ ബീഡ്സിന് പറയുന്ന പേര് ലോവർ ബീഡ്സ്. അപ്പർ ബീഡ്സ്, ലോവർ ബീഡ്സ്. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെന്താ നമ്മൾ കാണുന്നത്? കുറച്ച് വൈറ്റ് ഡോട്ട്സ് കാണാം അല്ലേ? 1 2 3 4 5. അപ്പോൾ വൈറ്റ് ഡോട്ട്സ് കാണാം. ഈ വൈറ്റ് ഡോട്ട്സിന് പറയുന്ന പേര് യൂണിറ്റ് പോയിൻറ്റ്സ് എന്നാണ് പറയുക. യൂണിറ്റ് പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ 5 വൈറ്റ് ഡോട്ട് ഉണ്ട്. 5 വൈറ്റ് ഡോട്ടിന് പറയുന്ന പേര് യൂണിറ്റ് പോയിൻറ്റ്സ്. പിന്നെ എന്താ, നടുക്കൊരു വൈറ്റ് ഡോട്ട് കാണുന്നില്ലേ? ഈ നടുക്കുള്ള, ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് കൗണ്ട് ചെയ്താലും ഈ ഭാഗത്ത് നിന്ന് കൗണ്ട് ചെയ്താലും നടുക്ക് വരുന്നത്, മൂന്നാമത് വരുന്ന ഈ ഒരു ഭാഗം, ഈ ഒരു യൂണിറ്റ് പോയിൻ്റാണ് 1 സ്പേസ്. നമ്മൾ പഠിക്കാറില്ലേ ഒറ്റ, 10, 100 എന്നൊക്കെ? അപ്പോൾ ആ ഒറ്റ എന്ന് പറയുന്ന ആ ഒരു 1 എന്ന് പറയുന്നതാണ് ഈ മൂന്നാമത്തെ യൂണിറ്റ് പോയിൻറ്റ്, നടുക്കുള്ള യൂണിറ്റ് പോയിൻറ്റ്. അപ്പോൾ നമ്മൾ എപ്പോഴും അബാക്കസ് തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മിഡിലുള്ള യൂണിറ്റ് പോയിൻ്റ് എന്നായിരിക്കും. 1 സ്പേസ് എന്നായിരിക്കും. നമ്മളെപ്പോഴും 1 2 3 വെച്ചല്ലേ കൗണ്ട് ചെയ്യുക. അപ്പോൾ 1 to 9 വരെ നമുക്ക് ഈ 1 സ്പേസിൽ കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അബാക്കസ് ടൂളിൻ്റെ സ്ട്രക്ചർ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.